ഈ പാലും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയിക്കോ. എന്തുപറ്റി? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ മോള് ഓക്കെ ആയിരുന്നല്ലോ. പിന്നെ വിളിച്ചോ മമ്മിയെ? ഇല്ല. നമ്മള് പെണ്ണുങ്ങളുടെ കാര്യം കുറച്ച് വിചിത്രമാ മോളെ. വിവാഹ ദിവസം വരെ നമ്മൾ ഒരു വീട്ടിൽ സകല സ്വാതന്ത്ര്യത്തോടെയും കഴിയും. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചിതമായിരിക്കും. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് നമ്മളെ പറിച്ചു മാറ്റും. നമുക്ക് കൃത്യമായി അറിയാത്ത ഒരു സ്ഥലത്ത് പോയി നിൽക്കണം. അവിടെയുള്ള ആളുകളുമായിട്ട് പൊരുത്തപ്പെടണം. കാലങ്ങളായിട്ടുള്ള ആചാരം അങ്ങനെയാ. നമുക്കായിട്ടത് തിരുത്താനും പറ്റില്ല. ഇപ്പൊ പക്ഷെ ഭേദാ. പണ്ടത്തെ കാര്യമാണെങ്കില് ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഒരു പെണ്ണൊരു വീട്ടിൽ വന്ന് കേറിയാലേ നേരെ ചൊവ്വയൊന്നും മിണ്ടാൻ പോലും എത്ര ദിവസം എടുക്കുമെന്നറിയോ? നിങ്ങൾ പിന്നിപ്പോ പരസ്പരം സംസാരിക്കുന്നു, ഇഷ്ടം പറയുന്നു, എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാ ഒരു വീട്ടിലേക്ക് വന്നു കയറുന്നതും. എളുപ്പമല്ലേ? നവീനും മോളും കൂടി എത്രയോ തവണ സംസാരിച്ചിരിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതെ, എന്റെ മോനൊരു പാവമാ. സ്നേഹിക്കാൻ തുടങ്ങിയ അവൻ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും. മോളെ അവനെ പൊന്നുപോലെ നോക്കിക്കോളും, എനിക്ക് ഉറപ്പുണ്ട്. ഇത് പിടിക്ക. പിന്നെ എന്താ താമസം? മോളെ, നാഗദൈവങ്ങളെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പ്രാർത്ഥിക്കേ. മോള് പൊയ്ക്കോ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്നത് ഏറ്റവും അനുകൂലമായ അവസ്ഥയിലാണെന്നാണ് ജ്യോത്സ്യന്മാരും പൂജാരികളും എല്ലാവരും പറയുന്നത്. അവരൊക്കെ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചല്ലേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തില് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്റെ കൊച്ചുമോന്റെ ജീവിതം എന്റെ മോള് കൊടുക്കുന്ന സ്നേഹത്തിലാ. ചെല്ലേ. കീർത്തി ഇങ്ങ് വരൂ. എന്താ മുത്തശ്ശി? ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നിനക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം. നല്ല കാര്യമാ. ഒരു കാര്യം ചെയ്യേ, ഗാഥ മോളെ നീ തന്നെ നവീന്റെ മണിയറയിലേക്ക് കൊണ്ടുവന്നാക്ക്. എന്താ, പറ്റില്ലേ? പറ്റും മുത്തശ്ശി. ഗാഥ വരൂ. പാവം കുട്ടി. ആദ്യം കണ്ടപ്പോ അതിനിങ്ങനെ ടെൻഷൻ ഉണ്ടാവുമെന്നൊന്നും ഞാൻ കരുതിയില്ല. അതിനാദ്യം കണ്ട കുട്ടിയല്ലല്ലോ ഇത്. ഗാഥമോൾ ഒരുപാട് മാറിയില്ലേ? ഞാൻ അതാ പറഞ്ഞത്. അതെ അമ്മേ, വല്ലാത്ത മാറ്റമാ ഗാഥമോൾക്ക്. ആ, ഈ അവസ്ഥയിലായിരുന്നു ഗാഥമോളെ ആദ്യം കണ്ടിരുന്നതെങ്കില് കണ്ട ദിവസം തന്നെ ഞാൻ ഇങ്ങ് പിടിച്ചോണ്ട് പോന്നേനെ. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. നന്നായിരിക്കട്ടെ എല്ലാരും. ദൈവമേ. അതെ, എല്ലാ കാര്യങ്ങൾക്കും ചുറ്റും ആളുണ്ടെന്ന് കരുതി അഹങ്കരിക്കാനൊന്നും നിക്കണ്ട. ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്തേക്കാ നീ പോകുന്നത്. അത് ഓർമ്മ വേണം. കുട്ടി എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇതൊന്നും സ്വന്തമല്ല. ആർക്കൊന്നും സ്വന്തമല്ലാന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ? അതുപോലെ പറഞ്ഞതേ ഉള്ളൂ.
ഹലോ. അതെ, ഇന്ന് ഇത്രയും നേരമായിട്ടും കർമ്മങ്ങൾക്ക് ഒരു ഫലവുമില്ല. അവളിപ്പോ നവീന്റെ മണിയറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് ഒരുറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ ആവശ്യക്കാരിയാ, അത് സത്യം. നിങ്ങൾ ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാന്നുള്ളതല്ലാതെ വേറെ എന്താ പ്രയോജനം? അതെ, പണം തന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചവര് ചിലപ്പോ വിളിക്കും, അന്വേഷിച്ചെന്നിരിക്കും. അത് ഞങ്ങളുടെ അവകാശം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ രാത്രിയിൽ കാണാനാകുമെന്ന് ഞാൻ പറഞ്ഞതാ. അവള് മണിയറയിലേക്ക് കേറിക്കോട്ടെ, അത് തന്നെയാണ് അവളുടെ നാശത്തിന്റെ തുടക്കവും. ഇനി ഞാൻ പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചാ മതി. ഞങ്ങൾ കർമ്മങ്ങൾ തുടരുകയാ. ഹലോ. ദൈവമേ, ആവശ്യമില്ലാത്ത എത്ര പേരുടെ ജീവൻ എടുത്തോണ്ട് പോന്നേ. ഇവിടെ ഒന്ന് തീർക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്?